ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രതാപനാണെങ്കിൽ നമ്മുടെ കരുണയെ പോയി കാണുന്നുണ്ട്. തൻ്റെ മോളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയ പ്രതാപനാണെങ്കിൽ വലിയൊരു തീരുമാനം തന്നെയാണ് ഇന്ന് എടുത്തിരിക്കുന്നത് തന്നെ. അങ്ങനെ കരുണ പറയുന്നുണ്ട്, അച്ഛൻ എല്ലാത്തിനും കാരണമാണ്. അച്ഛനെ ഇപ്പോൾ കാണുന്ന പോലെ എനിക്കിഷ്ടമല്ല. അച്ഛന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ അവിടെ അടിമപ്പണി പോലും ചെയ്യുന്നത്. അച്ഛൻ ജയിലിലാവോ എന്നുള്ള പേടി കൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വാമിൻ്റെ കാര്യം ഞാൻ എന്തായാലും അയാളും കൂടെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ. പ്രതാപൻ പറയുന്നുണ്ട്, മോളിനെ അധിക കാലമൊന്നും കഷ്ടപ്പെടേണ്ടി വരില്ല. അച്ഛൻ എല്ലാത്തിനും ഒരു തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. അതെന്തായാലും മോൾ വഴിയെ മനസ്സിലാക്കോളും. ഇന്നെന്തായാലും മോഹിനിയുടെ പിറന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ കരുണയും നീയും പിന്നെ ഉണ്ണിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ. പിന്നെ മഹാലക്ഷ്മിയും കണ്ണനും എന്തായാലും അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അവരെന്തായാലും അങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ അച്ഛൻ വിചാരിച്ച പോലെ തന്നെ നടത്തിയെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കരുണ പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ ആദ്യം ആ കാര്യങ്ങൾ പോയി ചെയ്തിട്ട് സംസാരിക്കുക. എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ അച്ഛൻ പറയാറ്. പക്ഷെങ്കിൽ ഒരിക്കലും ഒന്നും തന്നെ നടക്കാറില്ലല്ലോ അച്ഛാ. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് വിപരീതമായിട്ടല്ലേ നടക്കാറ്. അതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ വിശ്വാസമൊന്നുമില്ല അച്ഛൻ ഇത് ചെയ്യുമോ ഇല്ലയോ അത് നടക്കുമോ എന്നൊന്നും. അതുകൊണ്ട് അച്ഛനൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വന്നറിയിച്ചാൽ മതി. അതാവുമ്പോൾ പ്രതീക്ഷയൊന്നും ഞാനില്ലാതെ വെച്ചേക്കാം. പ്രതീക്ഷയോടെ നിന്നിട്ട് അതെനിക്ക് കിട്ടാതാവുമ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അച്ഛാ. അതുകൊണ്ട് ഇപ്പം എന്തായാലും അച്ഛൻ എന്നോട് എന്താണ് കാര്യം ചെയ്യാൻ പോകുന്നത് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അച്ഛൻ നടത്തിയതിന് ശേഷം മാത്രം എന്നോട് വന്ന് പറഞ്ഞാൽ മതി. അതാവും കുറച്ചുകൂടെ നല്ലതെന്നൊക്കെ കരുണ പറയുന്നുണ്ട്. അപ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഇത്രയും കാലത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ജയിലിൽ പോവുകയാണെങ്കിൽ അത് മഹാലക്ഷ്മി കൊന്നിട്ടായിരിക്കും. ആ വാമനയും കൂടെ തിരിച്ചെന്തായാലും ഞാൻ കൂടെ കൂട്ടും. കാരണം അവനാണല്ലോ മഹാലക്ഷ്മിക്ക് അങ്ങനെയുള്ളൊരു ജീവിതം കൊടുത്തത്. ആ ജീവിതം അവന് കൊടുത്തത് കൊണ്ട് തന്നെ ആണല്ലോ അവൾക്ക് ഇത്രയും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ലഭിക്കാൻ കാരണമായത്. അതൊക്കെ ഇല്ലാതാക്കിയിട്ട് ഞാൻ എന്തായാലും ജയിലിൽ പോകത്തുള്ളൂ മോളെ. അതിൽ മോൾ ഒരു പേടിയും പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. മോൾക്ക് നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളൊക്കെ ഈ അച്ഛൻ തിരിച്ചു പിടിച്ചു തരും എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. അന്ന് ചോദിച്ചുവാണെങ്കിൽ മോഹിനിയുടെ പിറന്നാൾ ദിവസം അന്ന് തന്നെ കരുണയും ഉണ്ണിയൊക്കെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പേ തന്നെയായിരുന്നു നമ്മുടെ മോഹിനിയുടെ വീട്ടിലേക്ക് നമ്മുടെ പ്രതാപനും പിന്നെ മഹാലക്ഷ്മിയും കണ്ണനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് തന്നെ. അപ്പോഴേക്കും നമ്മുടെ പ്രതാപനാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇന്നത്തെ എൻ്റെ തീരുമാനം എന്താണെന്ന് മോള് നേരിട്ട് തന്നെ കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രതാപൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. മഹാലക്ഷ്മിയെ കുത്തിന് പിടിച്ചിട്ട് നിർത്തിയിട്ട് കത്തിക്കൊണ്ട് മഹാലക്ഷ്മിയെ കൊല്ലാനായിരുന്നു പ്രതാപൻ്റെ ഏക പ്ലാൻ. അങ്ങനെ കണ്ണനാണെങ്കിൽ വീഴ്ചയിലിരുന്നിട്ട് ഇതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരവസ്ഥയിൽ പിടിച്ചു വെക്കാനും പറ്റുന്നില്ല. പക്ഷെങ്കിൽ മോഹിനിയാണെങ്കിൽ കൈകൂപ്പി പറയുന്നുണ്ട്, എൻ്റെ മോളെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടും പ്രതാപനാണെങ്കിൽ അതിലൊരു ദാക്ഷിണ്യം കൊടുക്കാതെ വീണ്ടും മഹാലക്ഷ്മിയാണെങ്കിലും കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗർഭിണിയായ മഹാലക്ഷ്മിക്ക് നമ്മുടെ എത്ര ദൂരം ആ കുഞ്ഞിനെയും കൊണ്ട് ഓടാൻ കഴിയും, ആ വയറും വെച്ച് എത്ര ദൂരമാണ് മഹാലക്ഷ്മിക്ക് ഓടാൻ കഴിയുക, അതുകൊണ്ടൊക്കെ നമ്മുടെ പ്രതാപനെ നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതാപൻ വിചാരിച്ച പോലെ തന്നെ മഹാലക്ഷ്മിയെ കയ്യിൽ കിട്ടുകയും കത്തിയെടുത്ത് തൻ്റെ പള്ളക്കിട്ട് കയറ്റാൻ പോവുകയാണെന്ന് ഉറപ്പായ സമയത്ത് കണ്ണനാണെങ്കിൽ എണീച്ച് വരികയും ചെയ്യുന്നുണ്ട്. വീഴ്ചകളിലാണെങ്കിൽ ആ സമയത്ത് പ്രതാപനെ ഇടിച്ച് വീഴ്ത്തുകയും ചെയ്തിട്ട് പ്രതാപനോട് പറയുന്നുണ്ട്, നിനക്ക് ഇത്രയും കാലമായിട്ട് അറിയില്ലായിരുന്നു ഞാനിവിടെ വീഴ്ചകളിൽ ഇരിക്കുന്നില്ല എന്നുള്ള കാര്യം. പിന്നെ നീ എൻ്റെ ഭാര്യ എൻ്റെ മുമ്പിൽ തന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണോ? നീ എന്താണ് പ്രതാപി ചെയ്യുന്നത്? എൻ്റെ അച്ഛനെ കൊന്നിട്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടത് നിൻ്റെ മകളുടെ ജീവിതം ഓർത്തതുകൊണ്ട് മാത്രമാണ്. പക്ഷെങ്കിൽ നീ അതുപോലും മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇനി എന്തായാലും നിന്നോടൊരു ദാക്ഷിണ്യമില്ല. എല്ലാവരും കേൾക്കെ പറയാം, എൻ്റെ കാലിനും ഒരു കുഴപ്പമില്ല. എനിക്ക് എഴുന്നേറ്റ് നടക്കാനും സാധിക്കും. എൻ്റെ ഭാര്യയും കുഞ്ഞിനെ പോറ്റാനുള്ള കഴിവുമുണ്ട്, നല്ല ആണത്തുണ്ട്. എൻ്റെ ഭാര്യയെ ഇനിയൊന്ന് തൊടാൻ നിനക്ക് സാധിക്കുമെങ്കിൽ തൊട്ട് നോക്കട പ്രതാപ എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അതിനുശേഷം മോഹിനി പറയുന്നുണ്ട്, മോനെ ഒന്നും ചെയ്യണ്ടേ അവനെ. അയ്യോ അച്ഛനെ ഒന്നും നീ ചെയ്യരുത്. അയാൾ എന്തെങ്കിലുമൊക്കെ ഇതുകൊണ്ട് പറഞ്ഞതാണ്. നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി പോവുകയാണ്. ആ കുഞ്ഞ് ജനിക്കുന്ന മുന്നേ നീ ജയിലിലായാൽ ഒന്നും നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, അച്ഛൻ എന്തൊക്കെ ചെയ്താലും അമ്മ ഇങ്ങനെ സപ്പോർട്ട് നിൽക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, ഇനി എന്തായാലും ഇയാൾക്ക് രക്ഷയില്ല, ഇയാളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ജയിലിൽ പോകുമെന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല കണ്ണേട്ടാ, നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നതേ ഉള്ളൂ. അത് ജനിക്കുന്ന മുന്നേ കണ്ണേട്ടനെ ജയിലിലേക്ക് വിടാൻ ഞാൻ സാധിക്കില്ല. ഇത്രയും വേദന സഹിച്ച് ഞാൻ ഈ കുഞ്ഞിനെ പുറത്ത് ജന്മം നൽകി വിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ണേട്ടൻ ഇനി എന്തായാലും അങ്ങനെ അയാളെ കൊല്ലരുത്, അയാൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നമുക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇവിടുന്ന് പോകാൻ കണ്ണേട്ടാന്നൊക്കെ പറഞ്ഞ് മഹിയുടെ ഒരു പറയുന്നത് സംസാരം കേട്ടിട്ട് കണ്ണനാണെങ്കിൽ കത്തി താഴെ ഇടുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് തന്നെ. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.